ഈ ബാലഭാസ്കറിന്റെ മരണം ചർച്ചയാകുന്നു. കാരണം ഇതാണ്, അർജുൻ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. എന്താണ് ജോയ്ക്ക് ഈ സമയത്ത് തോന്നുന്നത്? അശ്വതി, ശരിക്കും പറഞ്ഞാൽ ഇത് CBIക്ക് വീണ് കിട്ടിയ ഒരു തുറുപ്പ് കുലാനാണ്. CBIക്ക് കോടതി 3 മാസം സമയം അനുവദിച്ചു. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥനായ സജി ശങ്കർക്ക് കോടതിയിൽ ആവശ്യപ്പെട്ടു വീണ്ടും സമയം വേണം. വീണ്ടും 3 മാസം അനുവദിച്ചു. ഇപ്പോൾ ഒരു 7-8 മാസമായി ഈ കേസ് CBI പുനരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അന്ന് വാഹനാപകടത്തിൽപ്പെട്ട 2 ആളുകൾ ഇന്ന് ജീവനോടെ ഉണ്ട്. ഒന്ന് ബാലഭാസ്കറിന്റെ ഭാര്യയായ ലക്ഷ്മി, 2 ഈ അർജുൻ. അർജുൻ അന്നേ ക്രിമിനലാണെന്ന് വാർത്തകൾ വന്നിരുന്നു. അതിന്റെ കഞ്ചാസിലും റോബറി കേസിലൊക്കെ അർജുന്റെ പേര് ഉണ്ടായിരുന്നു. എന്നിട്ടും അർജുനെ അന്ന് പോലീസ് കാര്യമായി ചോദ്യം ചെയ്തില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന പല വാർത്തകളിലും അറിയാം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണെങ്കിലും മനഃപൂർവ്വമായ നരഹത്യയാണെങ്കിലും വാഹനാപകടത്തെ തുടർന്നുണ്ടാകുന്ന കേസുകളിൽ ഡ്രൈവറെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് കൃത്യമായി ചോദ്യം ചെയ്യും. ഇതുവരെ ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ എന്തിന് CBI പോലും അർജുനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല. എന്തോ ഒരു സഹതാപ തരംഗമാണ്. അർജുൻ പാവം അല്ലെങ്കിൽ ലക്ഷ്മി പാവം എന്ന്. ഇപ്പോൾ ബാലഭാസ്കർ മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞു. അപ്പൊ സഹതാപത്തിന്റെ സീസണൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും കൃത്യമായി ചോദ്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. അതുമാത്രമല്ല, ഈ കേസിനകത്ത് നേരത്തെ നമുക്കറിയാം, ഒന്ന് തമ്പി, വിഷ്ണു, അങ്ങനെ ബാലഭാസ്കറിന്റെ മാനേജർ, അതുപോലെ തന്നെ ബാങ്ക് കാര്യങ്ങൾ നോക്കിയിരുന്ന വിഷ്ണു, ഇവരെ 2 പേരെയും പോലീസ് സ്വർണ്ണക്കടത്ത് കേസിൽ പിടിച്ചിരുന്നു. ഒരു കസ്റ്റംസ് സൂപ്രണ്ടിനെ ഡിസ്മിസ് ചെയ്തിരുന്നു സർവീസിൽ നിന്ന് ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്. ആലോചിച്ചു, അത്രയും വലിയ വമ്പൻ സ്രാവുകൾ ഉൾപ്പെട്ട കേസാണത്. ഇനി ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ, സ്വർണ്ണക്കടത്തിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളുകൾ, അവരൊക്കെ ഉണ്ട് ഈ കേസിൽ. അർജുനെ കൃത്യമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, അന്ന് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി അന്ന് അവിടെ തങ്ങാൻ തീരുമാനിച്ചിരുന്ന ബാലഭാസ്കറും കുടുംബവും എന്തിന് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിച്ച്, അമിത വേഗത്തിലായിരുന്നു ഇന്നോവ സഞ്ചരിച്ചിരുന്നതെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇത്രയും വേഗത്തിൽ തിരുവനന്തപുരത്ത് എത്തണം, അതിന്റെ കാരണം എന്തായിരുന്നു? അതൊരു സിനിമയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറഞ്ഞു വന്നത്. പക്ഷെ അതൊന്നുമല്ല വാസ്തവമെന്ന് ഈ അർജുന്റെ ഈ അറസ്റ്റോടുകൂടി തെളിയുകയാണ്. ശരിക്കും പറഞ്ഞാൽ CBIക്ക് വീണ് കിട്ടിയ ഒരു തുറുപ്പ് കുലാനാണ്. CBI കൃത്യമായി ഇപ്പോൾ അർജുനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, അന്നത്തെ സംഭവമായി ചോദ്യം ചെയ്യുന്ന അർജുൻ തത്ത പറയുന്നത് പോലെ കാര്യങ്ങൾ വെളിപ്പെടുത്തും. അന്നത്തെ യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു? യാത്രക്കിടയിൽ സംഭവിച്ച അപകടമാകാം, അപകടം തന്നെ ആയിക്കോട്ടെ. പക്ഷേ ആ യാത്രയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് ലക്ഷ്മിക്കും കൃത്യമായി അറിയാവുന്ന കാര്യമെന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. ശരി, വ്യക്തമാണ്. ജോയ് തമലമാണ് മാധ്യമപ്രവർത്തകൻ, അദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്. ചോദ്യം ചെയ്താൽ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്.